സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യമിട്ട ഷെഹ്സാദ് ഭാട്ടി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതാണ് ടോപ്പ് 10-ലെ ആദ്യ വാർത്ത. രാജ്യസുരക്ഷ പരമപ്രധാനമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വലിയ പ്രാധാന്യം വേണം എന്നതാണ് ടോപ്പ് 10-ന്റെ നിലപാട്. ഈ ഭീകര ശൃംഖല സുരക്ഷാസേന തകർത്തു എന്ന വാർത്ത 17-ാം തീയതി ടോപ്പ് 10-ന്റെ ആദ്യ വാർത്തയായിരുന്നു. ഈ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വിവരങ്ങളിൽ ഒന്ന്, കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്ഫോടനം നടത്താൻ ഇവർ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെയും പ്രതിരോധ സ്ഥാപനങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തി പാകിസ്ഥാനിലേക്ക് അയച്ചതായും കണ്ടെത്തി. അന്വേഷണം തുടരുന്നതിനിടയിൽ പുറത്തുവന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് ആദ്യം ഒന്ന് കാണാം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടയിൽ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ ആസൂത്രണം ചെയ്ത 253 പേരെ നേരത്തെ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. പാകിസ്ഥാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഷെഹ്സാദ് ഭാട്ടി ഭീകര സംഘമാണ് യുവാക്കളെ റിക്രൂട്ട് ചെയ്തത്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പണം വാഗ്ദാനം ചെയ്തും മറ്റ് പ്രലോഭനങ്ങളിലൂടെയുമാണ് റിക്രൂട്ട്മെന്റ് നടത്തിയത്. യുവാക്കളെ ആകർഷിക്കാൻ ഷെഹ്സാദ് ഭാട്ടി ഗ്രൂപ്പിലുള്ളവർ ആഡംബര ജീവിതം നയിക്കുന്നതും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള റീൽസുകളാണ് ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിനോടകം നിരവധി അക്കൗണ്ടുകൾ സുരക്ഷാ സേനയുടെ നിർദ്ദേശപ്രകാരം മരവിപ്പിച്ചു. രാജ്യത്ത് വിവിധ ആരാധനാലയങ്ങൾ, പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ദൃശ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചു നൽകിയതായി പിടിയിലായവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ വ്യക്തമായി. കേരളത്തിൽ നിന്നുള്ള 2 പേരെയും സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്ഫോടനത്തിന് ഗൂഢാലോചന നടത്തിയതായാണ് റിപ്പോർട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.